ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അഭിയും ജാനകിയും കൂടെ അവിടെ നിന്ന് സംസാരിക്കുക. അപ്പോൾ അച്ഛൻ ചെയ്തതിനെ ന്യായീകരിച്ച് നമ്മുടെ ജാനകി സംസാരിക്കുന്നു. അതുപോലെ അച്ഛൻ ചെയ്തതാണ് ശരിയെന്ന് ജാനകി പറയുന്നു. ഇത് കേട്ടപ്പോൾ എന്തൊക്കെ നീ പറഞ്ഞാലും അച്ഛൻ ചെയ്തത് തെറ്റാണെന്നേ ഞാൻ പറയുള്ളൂ എന്ന് അഭി ഇങ്ങനെ ജാനകിയോട് പറയുക. അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പം അച്ഛൻ നമുക്ക് സ്വത്തും എഴുതി വെച്ചതാണോ, അഭിയേട്ടൻ അർദ്ധ സഹോദരനാണ് എന്ന് മനസ്സിലാക്കിയതാണോ അഭിയേട്ടനെ കൂടുതൽ വിഷമിപ്പിച്ചത് എന്നിങ്ങനെ ചോദിച്ച ജാനകിയോട് അതിലെന്താ സംശയം, എന്തും ഹൃദയം തുറന്ന് ഏട്ട എന്ന് വിളിച്ച എൻ്റെ സഹോദരങ്ങൾക്കുണ്ടായ ഒരു അകൽച്ച തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വേദന ഉണ്ടാക്കുന്ന കാര്യം എന്ന് അഭി ജാനകിയോട് പറയുക. പിന്നെ നിന്നോട് ഞാനൊരു കാര്യം ചോദിച്ചാൽ മനസ്സിൽ വെക്കാതെ നീ എന്നോട് മറുപടി പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ജാനകി ഇങ്ങനെ കേൾക്കാനായിട്ടുള്ളൊരു ഇതിൽ നിൽക്കുക കേട്ടോ. ആ സമയത്ത് എന്നോടും നിനക്കൊരു അകൽച്ച തോന്നുന്നുണ്ടോ ജാനകി എന്ന് ചോദിച്ചപ്പോൾ, അകൽച്ചയോ എന്തിന്? അല്ല, ഞാൻ അമ്മയുടെ മകനല്ല എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, നിന്നോട് ഞാൻ ആ സത്യം മൂടി വെച്ചത് കൊണ്ട് നിനക്കെന്നോട് ദേഷ്യമുണ്ടോ ജാനകി എന്ന് ചോദിച്ചപ്പോൾ, അച്ഛനോട് അമ്മ കാണിക്കുന്ന അകൽച്ചയ്ക്ക് കാരണം ഒരു മനസ്സുമായി ജീവിച്ചിട്ട് അച്ഛൻ സ്വാർത്ഥത കാണിച്ചതാണെന്ന് പറയുമ്പോൾ അളികാപുരിയുടെ മഹിമ കണ്ടിട്ടല്ല അഭിയേട്ടൻ്റെ ജീവിതത്തിലേക്ക് ഈ ജാനകി കടന്നു വന്നത് ഈ മനസ്സ് കണ്ടു മാത്രമാണെന്ന് നമ്മുടെ ജാനകി അഭിയോട് പറഞ്ഞത് കേട്ടപ്പോൾ അഭിക്ക് സന്തോഷമായിട്ടോ. ഈ സ്വത്തും പണവും ഈ സൗഭാഗ്യങ്ങളൊന്നും ഇല്ലെങ്കിലും ജാനകിക്ക് ഒന്നുമില്ല അഭിയേട്ടാ. പിന്നെ എന്നോട് ആ സത്യം പറയാതിരുന്നതിൽ എനിക്ക് പരിഭവവും കാര്യങ്ങളൊന്നും ഇല്ല അഭിയേട്ടാ. ഞാൻ എപ്പോഴേ അതുമായി പൊരുത്തപ്പെട്ടു പോയി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പോഴും പൊരുത്തപ്പെടാത്തതേ അഭിയേട്ടനാണെന്നും ജാനകി അഭിയോട് പറയുക. പിന്നെ ഈ കാര്യങ്ങളൊന്നും അമലിനെ ബാധിച്ചിട്ടേ ഇല്ലല്ലോ. അമലിന് അഭിയേട്ടനോടുള്ള സ്നേഹം അത് കൂടിയിട്ടേ ഉള്ളൂ എന്നും അത് ഒരിക്കലും കളങ്കമുള്ളതല്ലെന്നും നമ്മുടെ ജാനകി അഭിയോട് ഇങ്ങനെ പറയുക കേട്ടോ. അപർണയുടെ മനോഭാവം അത് നമുക്ക് നേരത്തെ തന്നെ അറിയാമല്ലോ. അവൾ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നതിൽ യാതൊരു അത്ഭുതപ്പെടേണ്ട കാര്യങ്ങളും ഇല്ല എന്നും ജാനകി ഇങ്ങനെ അഭിയോട് പറയാം. പിന്നെ അജയ്, അവൻ കുറച്ച് അസ്വസ്ഥത കാണിക്കുന്നുണ്ടെങ്കിലും നിരഞ്ജന നമ്മളോടൊപ്പം തന്നെയാണ്, അതുകൊണ്ട് അഭിയേട്ടൻ ടെൻഷൻ അടിക്കണ്ടെന്നും പറഞ്ഞിങ്ങനെ സമാധാനിപ്പിക്കുക കേട്ടോ. അജയുടെ നീരസമൊക്കെ മാറ്റിയെടുക്കാനേ അവൾക്ക് കഴിയുമെന്നും പറഞ്ഞു. ഇനിയിപ്പോൾ എന്ത് സംഭവിച്ചാലും അച്ഛനെ അല്ലെങ്കിൽ അച്ഛൻ്റെ ഈ ഒരു തീരുമാനത്തെ തിരിച്ചു പിടിക്കാനായിട്ട് അഭിയേട്ടൻ പോകരുതെന്ന് ഭാര്യ പറഞ്ഞു കൊടുത്തിട്ട് അവിടെ നിന്ന് പോകും. അപ്പോഴും അഭി ഇങ്ങനെ ആലോചനയായിട്ട് നിൽക്കുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അവിടെ തമ്പിയാണ്. തമ്പി ചെയ്തു കൂട്ടിയതൊക്കെ വലിയ വലിയ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പൊക്കി പിടിച്ച് നടക്കുമ്പോഴും മകളുടെ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടായിട്ടില്ലെന്നുള്ള സങ്കടം ഭാര്യ വന്ന് ഭർത്താവിനോട് പറയുക. രണ്ടുപേരും രണ്ട് മുറിയിലാണ് കഴിയുന്നത്. അവരുടെ ആ ഒരു അവസ്ഥ കണ്ടോ എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ തമ്പിയുടെയും ഭാര്യയുടെയും കാര്യം പറയുക. രണ്ടുപേരും രണ്ട് മുറിയിലെ ഇപ്പം കഴിയുന്നതെന്നൊക്കെ പറഞ്ഞ് ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുക. പിന്നെ സൂര്യ കാണിച്ചത് ഒരു വലിയ ചതി തന്നെയല്ലേ. എടി, അവൻ്റെ കൊച്ചിനെ സ്വന്തം മകനെ പോലെ മറ്റുള്ളവർ വിശ്വസിപ്പിച്ച് വളർത്തിയവളാണ് പ്രഭാവതി. പ്രഭാവതിയുടെ സ്ഥാനത്ത് നീയാണെന്നൊന്ന് വെച്ച്, എടി, എനിക്ക് മറ്റൊരുത്തിയിലുണ്ടായ ചോരക്കുഞ്ഞുമായി നിന്റെ മുന്നിലേക്ക് വന്ന നീ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഭാര്യ ഒന്നും മിണ്ടുന്നില്ല, തലയും കുനിച്ചിങ്ങനെ നിൽക്കുക. സത്യസന്ധമായിട്ട് നീ എന്നോട് മറുപടി പറയണം. വളർത്തുമകനായിട്ടല്ല, എനിക്ക് നിന്നിൽ പിറന്ന കുഞ്ഞായിട്ട് വേണം നീ അവനെ വളർത്താൻ. അപ്പോൾ സത്യം പറയാലോ തമ്പിയേട്ടാ, എൻ്റെ മനസാക്ഷി അതിന് അനുവദിക്കില്ല എന്ന് ഭാര്യ തമ്പിയോട് പറഞ്ഞു. കുഞ്ഞു പോയിട്ട് നിങ്ങൾക്ക് പരസ്ത്രീ ബന്ധമുണ്ടെന്ന് അറിഞ്ഞാൽ പോലും ഞാൻ ക്ഷമിക്കില്ല എന്നും തമ്പി പറയാം. അപ്പോഴത്തേക്കും തമ്പിയുടെ കയ്യിൽ നിന്നെല്ലാം പോയി. ഈ ഒരു കാര്യത്തിൽ എനിക്ക് ആ മനുഷ്യനോട് വെറുപ്പുണ്ട്. സൂര്യനാരായണന് വേണ്ടി ഇത്രയൊക്കെ ത്യാഗം സഹിച്ച ആ ഒരു പ്രഭാവതിയിൽ നിന്നും പ്രോപ്പർട്ടി വാങ്ങിയ കാര്യം അയാൾ മറയ്ക്കാൻ പാടില്ലായിരുന്നു എന്ന് ഭാര്യയും പറയാം. കാണുന്ന വർഗത്തിനെ വിശ്വസിക്കാൻ പോലും കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പം അവിടെയാണ് നമുക്ക് ജയം കിട്ടിയത്. എടി, അളകാപുരുടെ അടിത്തറ ഇളക്കാൻ എനിക്ക് ഈ ജന്മം കഴിയത്തില്ല എന്ന് പറഞ്ഞവളല്ലേ നീ. എന്നിട്ട് എന്തായി വസുന്ധരെ, വല്ല നടന്നോ? നിന്നിളകി ആടുകയല്ലേ സൂര്യനാരായണന്റെ അളകാപുരി എന്ന് ഇയാൾ ചോദിക്കുക. പിന്നെ തൻ്റെ ശക്തിക്ക് കാരണക്കാരൻ അഭിയാണെന്ന് അഹങ്കരിച്ച ആ ഒരു നമ്മുടെ സൂര്യനാരായണൻ ഇപ്പോൾ മക്കളെ നേരിടാൻ കഴിയാതെ ഇങ്ങനെ നിൽക്കുകയല്ലേ. എന്തായാലും ഈ ഒരു കഥ പുറത്തു വന്നതോടെ സൂര്യക്ക് ഞാൻ വീണ്ടും ശത്രുവായി കഴിഞ്ഞു. എടി, അപർണയ്ക്ക് ആ പ്രോപ്പർട്ടിയെ പറ്റി അറിയിച്ചു കൊടുത്തത് ഞാനാണ് എന്നുള്ളത് ആർക്കാടി അറിയാത്തതെന്നൊക്കെ ചോദിച്ചു. എങ്കിലും അപർണയെ ആ വീട്ടിൽ എത്തിക്കാൻ ഓടി നടന്ന ജാനകിക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നതിൽ എനിക്ക് വിഷമമുണ്ടെന്ന് വസുന്ധര പറയാം. പ്രഭാവതി അവളോട് മിണ്ടുന്നില്ലെന്ന് ആ മോള് പറഞ്ഞത് എന്ന് നമ്മുടെ മോൾക്ക് ഒരു വീട്ടിൽ ഒതുങ്ങി ജീവിക്കണമെന്നുള്ള ആഗ്രഹവും കാര്യങ്ങളൊന്നും ഇല്ല. നശിപ്പിക്കാൻ നടക്കുക അവൾ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ പറയുന്നു. അവളുടെ മനസ്സിൽ നിങ്ങൾ കുത്തി നിറച്ച പക മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അവളാടി അളകാപുരിയിലെ അവസാനത്തെ വാക്ക് നമ്മുടെ മോളെ പ്രഭാവതിയുടെയും മക്കളുടെയും കണ്ണു തുറപ്പിക്കുകയല്ലേ ചെയ്തത് എന്നും ചോദിച്ച് അച്ഛൻ വലിയ ആളാവുക. നീ നോക്കിക്കോ, അഭിയെയും അവൻ്റെ കുടുംബത്തിനെയും അവൾ അവിടെ നിന്ന് ഇറക്കിയിരിക്കും. അതിനൊരു മാറ്റവും ഇല്ല. അതിന് മുന്നേ
നടത്തേണ്ടത് മുഴുവൻ എൻ്റെ മോള് നടത്തും, ജാനകിയോട് ചെയ്യേണ്ട പകയെല്ലാം അവൾ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗുകൾ അച്ഛൻ അവിടെ നിന്ന് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ശേഷം പിന്നെ പ്രഭാവതി ഇങ്ങനെ റൂമിലിരിക്കുക. അപ്പോൾ അഭി അമ്മയെ തേടി അങ്ങോട്ടേക്ക് ചെന്നു. മകൻ്റെ മുഖത്ത് പോലും നോക്കാതെ അമ്മ ഇങ്ങനെ ഇരിക്കുമ്പോൾ അമ്മേ എന്നും പറഞ്ഞ് വിളിച്ചു വിട്ടു അഭി. അപ്പോഴും അമ്മ തല കുനിച്ച് തന്നെ ഇരിക്കുക. എല്ലാവർക്കും ഞാൻ വെറുക്കപ്പെട്ടവനായ അമ്മേ എന്ന് അഭി ഇങ്ങനെ പ്രഭയോട് പറയുക. അപ്പോഴും അമ്മ ഇരുന്ന് കരയുക. അവരെന്നെ ഏത് കണ്ണുകളിൽ വേണമെങ്കിലും കണ്ടോട്ടെ, പക്ഷേ അമ്മ മാത്രം എന്നെ വേറിട്ട് കാണരുത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ അഭി ഇങ്ങനെ അമ്മയോട് പറയുക കേട്ടോ. ദേ അഭി അമ്മയ്ക്ക് ആരുമല്ല എന്ന് എൻ്റെ അമ്മ പറയരുതെന്ന് പറഞ്ഞു. അപ്പോഴും പുള്ളിക്കാരി ഇരുന്ന് കരയുക. അമ്മ അത് പറഞ്ഞാൽ പിന്നെ അഭി ഇല്ല അമ്മേ, അഭി ജീവനോടെ ഉണ്ടായിട്ട് കാര്യമില്ല അമ്മേ എന്ന് പറഞ്ഞു. അങ്ങനെ അഭി തൻ്റെ മനസ്സിലുള്ളതൊക്കെ അമ്മയോട് ഇങ്ങനെ വേദനയായിട്ട് കരഞ്ഞു പറഞ്ഞ് ഇങ്ങനെ തീർക്കുക. ഈ സമയം നിന്നെ ഞാനല്ല വേറിട്ട് കണ്ടത്, നിന്നെ വേറിട്ട് കണ്ടത് നിന്റെ അച്ഛനാണെന്ന് പ്രഭാവതി അഭിയോട് പറയുക. നീ എനിക്ക് ആരുമല്ല, നീ നിന്റെ അച്ഛൻ്റേത് മാത്രമാണെന്ന് കരുതുന്നത് നിന്റെ അച്ഛനല്ലേ എന്ന് പ്രഭാവതി അഭിയോട് ചോദിക്കുക കേട്ടോ. അപ്പോൾ അത് കേട്ടപ്പോൾ അഭിക്ക് സങ്കടം വന്നു. ഒരമ്മയുടെ സ്വാർത്ഥത അവളുടെ മക്കളാണ്. ഭൂമിയിൽ എന്ത് ത്യാഗം സഹിക്കാനും ഒരു പെണ്ണിന് കഴിയും, പക്ഷെ അവളുടെ മക്കളുടെ കാര്യത്തിലേ അത് ഒരിക്കലും ഉണ്ടാകില്ല എന്ന് പ്രഭാവതി ഇങ്ങനെ പറയാം. എന്നിട്ടും നീ എൻ്റേതല്ല എന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ നിന്നെ മകനായി തന്നെയല്ലേ കണ്ട് സ്നേഹിച്ചത്, വളർത്തിയതെന്നൊക്കെ പ്രഭാവതി അഭിയോട് ഇങ്ങനെ ചോദിക്കുക. മുത്തശ്ശിയുടെ നാവടക്കാൻ വേണ്ടിയിട്ട് നിന്നെ നൊന്തു പെറ്റ മകനെന്ന് വരെ മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ അവതരിപ്പിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് പ്രഭാവതി ഇങ്ങനെ ചോദിക്കുവാണ്. ഇതെല്ലാം ജാനകി പുറത്തു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അതിവരറിയുന്നില്ല. ഞാൻ നിന്നെ സ്നേഹിച്ചതിൽ ഒട്ടും കളങ്കം ഉണ്ടായിരുന്നില്ല. അപ്പം അമ്മയും മകനും തമ്മിലുള്ള സംസാരമൊക്കെ കേട്ട് അന്തം വിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുമോ നമ്മുടെ ജാനകി. നിന്റെ അച്ഛൻ നിനക്ക് തന്ന സ്നേഹത്തെക്കാൾ കൂടുതൽ ഞാൻ നിനക്ക് തന്നില്ലേ, അപ്പോൾ അതിനേക്കാൾ ഉയരത്തിലാണ് ഞാനെന്നും നിന്റെ അച്ഛനെ തോൽപ്പിക്കാനും ഞാൻ ശ്രമിച്ചു, നിന്നെ സ്നേഹിച്ചുകൊണ്ട്. എനിക്ക് മക്കളുണ്ടായിട്ടും നിന്നോടുള്ള എൻ്റെ മനോഭാവത്തിന് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. ഞാൻ അത്രമാത്രം നിന്നെ സ്നേഹിച്ചിരുന്നില്ലേ മോനെന്ന് ചോദിച്ച് ഇങ്ങനെ അമ്മ പറയുന്നതെല്ലാം കേട്ട് ജാനകി കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അഭി കഴിഞ്ഞ് എനിക്ക് മറ്റാരും ഉണ്ടായിരുന്നുള്ളൂ, നീ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ മുന്നും പിന്നും നോക്കാതെ ഞാനതിന് സമ്മതം മൂളിയവളല്ലേ. ദേ നിനക്ക് ഞാൻ അന്യായി തോന്നിയിട്ടുണ്ടോ മോനെ എന്നല്ലേ ഞാൻ നിന്നോട് ചോദിച്ചിട്ടുള്ളൂ എന്ന് ചോദിച്ചു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ജാനകിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഈ സങ്കടം. അപ്പോൾ അമ്മേ എന്ന് പറഞ്ഞ അമ്മയുടെ കൈകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചിങ്ങനെ നമ്മുടെ അഭി ഇങ്ങനെ അവിടെ ഇരിക്കുക. അമ്മയും മോനും തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ളത്. അപ്പോൾ നിന്നെ ഞാൻ സ്വന്തം മകനായി കണ്ട് സ്നേഹിക്കുമ്പോഴും നിൻ്റെ അച്ഛൻ്റെ മനസ്സിലെ നിന്നോട് മാത്രമുള്ള സ്വാർത്ഥതയായിരുന്നുവെന്ന് ഞാൻ അറിയാതെ പോയി, ഞാൻ ഇപ്പോഴത് അറിഞ്ഞതെന്ന് പറഞ്ഞു. ദേ നിനക്ക് എന്ത് തന്നാലും ഒരു പങ്ക് എൻ്റെ കുട്ടികൾക്ക് കൊടുക്കാൻ വാശി പിടിക്കുന്ന ഒരമ്മയായിരുന്നില്ലടാ ഞാൻ എല്ലാവരെയും ഒരേ കണ്ണുകൾ കൊണ്ടാണ് കണ്ടത്. അഭിക്കും ജാനകിക്കുമായി എസ്റ്റേറ്റ് കൊടുക്കട്ടെ എന്ന് നിൻ്റെ അച്ഛൻ എന്നോട് ചോദിച്ചിരുന്നെങ്കിലേ അത് വേണ്ട എന്ന് ഞാൻ വാശി പിടിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് കേട്ടപ്പോൾ ഇവർക്കൊന്നും പറയാനില്ല. നെഞ്ചിൽ കൈവച്ച് നീ പറ മോനെ, നിനക്കങ്ങനെ പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലമ്മേ, എൻ്റെ അമ്മ ഒരിക്കലും അങ്ങനെ പറയില്ലെന്ന് എനിക്കറിയാം. നിന്നെ സ്വന്തം മകനായി കണ്ട് എന്നിൽ നിന്നും അത് ഒളിപ്പിച്ചു വെച്ചതല്ലേ നിൻ്റെ അച്ഛൻ ചെയ്ത തെറ്റ്. എന്നെ വിശ്വാസം ഇല്ലാത്തവളാക്കി മനസ്സിന് പുറത്താക്കിയില്ലേ അദ്ദേഹം. ദേ അത് അങ്ങനെയല്ലേ ഞാൻ മനസ്സിലാക്കേണ്ടതെന്നൊക്കെ ചോദിച്ചിങ്ങനെ കരയുമ്പോൾ അച്ഛൻ കാണിച്ച സ്വാർത്ഥതയ്ക്ക് ശിക്ഷ അനുഭവിക്കേണ്ടവൻ ഞാൻ തന്നെയാണമ്മയെന്നും പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ എന്നിട്ട് അമ്മയോട് പറയാം. ഞാനത് അനുഭവിച്ച് കഴിഞ്ഞമ്മയെന്നും അഭി അമ്മയോട് പറയുന്നു കേട്ടോ. അങ്ങനെ അമ്മയും മോനും തമ്മിൽ ആരും അറിയാത്ത രഹസ്യങ്ങളെല്ലാം ഇങ്ങനെ പരസ്പരം ഇരുന്ന് കൈമാറുവാണ്. തിരുത്താൻ പറ്റാത്ത ഒരു തെറ്റ് തന്നെ അച്ഛൻ ചെയ്തതെന്ന് നമ്മുടെ അഭി ഇങ്ങനെ പറഞ്ഞു. ആ തെറ്റ് ഞാൻ തിരുത്തും. അച്ഛൻ്റെ മനസ്സൊന്ന് ശാന്തമായി കഴിഞ്ഞാൽ ഞങ്ങളുടെ പേരിൽ എഴുതിയതൊക്കെ അച്ഛനെ കൊണ്ട് ഞാൻ തിരിച്ചെഴുതിച്ചോളാം അമ്മേ എന്നും പറഞ്ഞ് അഭി ഇങ്ങനെ പറയാം. ഇതൊക്കെ കേട്ട് പുള്ളിക്കാരി ഇങ്ങനെ ഇരിക്കുക. അമ്മ എന്നെ അകറ്റി നിർത്താതിരുന്നാൽ മാത്രം മതിയെന്നും അഭി ഇങ്ങനെ അമ്മയോട് പറഞ്ഞു കേട്ടോ. അമ്മ എന്നോട് കാണിച്ച സ്നേഹം അത് ആ സ്നേഹം എനിക്ക് തരാൻ മറ്റൊരമ്മയ്ക്കും കഴിയുന്നതല്ല എന്നും അഭി ഇങ്ങനെ പ്രഭാവതിയോട് തുറന്ന് പറയുവാണ്. ദേ ആരോരും ഇല്ലാത്തവനായി ജന്മം കഴിക്കേണ്ട എന്നെ സ്വന്തം മകനായി വളർത്തി എൻ്റെ അമ്മയോടുള്ള കടപ്പാട് ഈ ജന്മം എനിക്ക് തീരില്ല എന്നൊക്കെ പറഞ്ഞു. എൻ്റെ അമ്മ വിഷമിക്കരുതെന്നൊക്കെ പറയും അഭി. ഈ കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന സ്നേഹം അല്ലാതെ മറ്റൊന്നും എനിക്ക് വേണ്ട അമ്മേ, ഒരു തരി അവകാശം പോലും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. ദേ എൻ്റെ അക്കൗണ്ടിൽ വലിയ തുകയുണ്ടെന്നറിഞ്ഞാൽ ദേ എൻ്റെ കൂടപ്പുറപ്പുകളൊക്കെ എന്നെ ഉപേക്ഷിച്ച് പോകും അമ്മ. പിന്നെ നിൻ്റെ അക്കൗണ്ടിൽ എന്തെങ്കിലുമൊക്കെ സമ്പാദ്യം ഉണ്ടോ എന്ന് അമ്മ എന്നോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചു. CEO പോസ്റ്റ് അമലിന് വിട്ടുകൊടുത്തപ്പോഴും അമ്മയ്ക്ക് എൻ്റെ കാര്യത്തിൽ എൻ്റെ അമ്മയ്ക്ക് ആദ്യം ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാമെന്നും നമ്മുടെ അഭി ഇങ്ങനെ പറയാം. എന്നെ അത്രത്തോളം സ്നേഹിച്ച എൻ്റെ അമ്മ എന്നെ അന്യനായി കണ്ടാൽ പിന്നെ അഭി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലമ്മേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ
കറി അമ്മയുടെ മുന്നിലിരുന്ന് അഭി എനിക്കൊന്നും വേണ്ട അമ്മയെന്നും പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ അമ്മയോട് പറഞ്ഞിട്ട് ആ അമ്മയുടെ കൈ പിടിച്ച് അഭി ഇങ്ങനെ ഭയങ്കര കരച്ചിൽ. ഇതെല്ലാം പുറത്ത് നിന്ന് നമ്മുടെ ജാനകി കേൾക്കും. ആ അമ്മയും മകനും കൂടി സംസാരിക്കുന്നത് മുഴുവൻ കേട്ടിട്ട് നമ്മുടെ ജാനകി റൂമിൽ പോയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ മുറിയിൽ പോയിരിക്കുന്ന അഭിയോട് നമ്മുടെ ജാനകി അഭിയുടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ അമ്മയുടെ മുഖം ഒന്നുകൂടി കാണാനുള്ള ആഗ്രഹം അഭിയേട്ടനില്ലേ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്ന കാലം മുതൽ ഞാൻ അമ്മയെ കാണുന്നതല്ലേ എന്ന് അഭി അന്നേരം ജാനകിയോട് ചോദിക്കാം. പിന്നെന്തിനാ നീ ഇപ്പം ഇങ്ങനെ ചോദിക്കുന്നേ? ഞാൻ അതല്ല, എന്തൊക്കെ പറഞ്ഞാലും പോറ്റമ്മയ്ക്ക് ഒരിക്കലും പെറ്റമ്മയാവാൻ കഴിയില്ല അഭിയേട്ടാന്ന് ജാനകി പറഞ്ഞു കൊടുക്കുക. അതിൻ്റെ ഉദാഹരണമല്ലേ അഭിയേട്ടൻ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്ന് ചോദിച്ചു. ഒരമ്മയ്ക്ക് സ്വന്തം കുഞ്ഞ് കഴിഞ്ഞേ ഉള്ളൂ, മറ്റെന്തും. അപ്പം എനിക്ക് അമ്മയെ തള്ളിപ്പറയാൻ പറ്റില്ല ജാനകി, ഞാൻ ചെയ്യുകയില്ല. എന്നെ ഒരു മകനായിട്ട് കാണാൻ അമ്മയ്ക്കൊരു മനസ്സുണ്ടായത് തന്നെ എൻ്റെ ഭാഗ്യമല്ലേ എന്ന് അഭി ചോദിക്കുമ്പം പെറ്റമ്മയെപ്പറ്റി എന്തെങ്കിലും അഭിയേട്ടൻ അറിയാമോ എന്ന് ജാനകി ചോദിച്ചു. അപ്പം അച്ഛൻ പറഞ്ഞു തന്ന കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കറിയാമെന്ന് അഭി പറയുവാണ്. അതിനപ്പുറത്തേക്ക് ഞാൻ ഒന്നും ഇതുവരെ അച്ഛനോട് ചോദിച്ചിട്ടില്ല എന്നും. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എന്നെ ചൊല്ലി അമ്മയും മുത്തശ്ശിയും വഴക്കിടുന്നതിനിടയിലാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ പെറ്റമ്മ മറ്റൊരാളാണ് എന്നുള്ള സത്യം അറിയുന്നത് എന്ന് അഭി ഇങ്ങനെ ജാനകിയോട് പറഞ്ഞു കൊടുക്കുവാണ്, താൻ അറിഞ്ഞ കാര്യങ്ങളൊക്കെ. അന്ന് ഞാൻ അനുഭവിച്ച വേദനയോളം വലിയ വേദന ഇന്നും ഞാൻ അനുഭവിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നതെന്ന് അഭി ഇങ്ങനെ ജാനകിയോട് പറഞ്ഞു കേട്ടോ. ദേ എന്നും ഇന്നെന്നെ ആശ്വസിപ്പിക്കാൻ എൻ്റെ ഒപ്പം നീ ഇല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ജാനകി ഇതൊക്കെ കേട്ടിരിക്കാം. ദേ അമ്മ അന്ന് എന്നെ കൂടെ കിടത്തി ഉറക്കിയെന്നും നിന്റെ അമ്മ ഞാനാണെന്ന് 100 വട്ടം അമ്മ എൻ്റെ കാതിൽ പറഞ്ഞു തന്നിട്ടുണ്ടെന്നും പിന്നെ ഒരിട്ട് സമ്പാദ്യം പോലും നമുക്കില്ല എന്ന് നീ പറയാറില്ലേ എന്നോട്. ഈ തിരിച്ചറിവേ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് തന്നെയാണ് ജാനകി ഒന്നും ഞാൻ വേണ്ട എന്ന് വെക്കുന്നത് എന്ന് പറയുമ്പം മുത്തശ്ശി അറിഞ്ഞുകൊണ്ടാണോ അഭിയേട്ടൻ്റെ അമ്മയുടെ കഴുത്തിൽ അച്ഛൻ താലി കെട്ടിയത് എന്ന് ജാനകി ചോദിക്കുമ്പോൾ അച്ഛൻ ഏതോ നാട്ടിൽ ജോലി ഉണ്ടായിരുന്ന സമയത്ത് അവിടെ വെച്ച് കണ്ടിഷ്ടപ്പെട്ട പെൺകുട്ടിയായിരുന്നു അമ്മ. അവിടെ ഒരു തോട്ടത്തിലെ തൊഴിലാളിയുടെ മകളായിരുന്നു അമ്മ. വല്യപ്പച്ചി ഒരാളുടെ കൂടെ ഒളിച്ചോടിപ്പോയത് അറിയാവുന്നത് കൊണ്ട് അച്ഛൻ മുത്തശ്ശിയോട് പറയാനേ അതിന് ധൈര്യം കാണിച്ചില്ല. വിവാഹം കഴിഞ്ഞ് അച്ഛൻ അവിടെ താമസിക്കുകയായിരുന്നു എന്നും ഇതൊന്നും അറിയാതെ മുത്തശ്ശി അച്ഛന് കണ്ടെത്തിയ പെണ്ണായിരുന്നു ഇവിടുത്തെ അമ്മ എന്നും പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞു പോയ കാലങ്ങളിൽ ആരും അറിയാത്ത സത്യങ്ങളെല്ലാം നമ്മുടെ അഭി ജാനകിയോട് വെളിപ്പെടുത്തുക. അപ്പോൾ അച്ഛനോട് പോലും അഭിപ്രായം ചോദിക്കാതെ മുത്തശ്ശി ഈ അമ്മയായിട്ടുള്ള കല്യാണത്തിനുള്ള ഇതൊക്കെ ഉറപ്പൊക്കെ കൊടുത്തു. പിന്നെ കല്യാണം മുറുകിയപ്പോൾ ഒടുവിൽ അച്ഛന് മുത്തശ്ശിയോട് സത്യങ്ങളൊക്കെ പറയേണ്ടി വന്നു എന്നും എൻ്റെ അമ്മയെ വീട്ടിൽ കയറ്റാൻ മുത്തശ്ശി തയ്യാറായിരുന്നില്ല എന്നും പിന്നെ ഈ വിവരം മുത്തശ്ശി പുറത്തു വിട്ടതുമില്ല എന്നും നമ്മുടെ അഭി ഇങ്ങനെ ജാനകിയോട് പറയുക. അച്ഛൻ അവസാനം വീട്ടിലേക്ക് വരാതെയായി. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. പ്രസവത്തിനിടയിൽ അമ്മ മരിച്ചു എന്ന് അറിഞ്ഞിട്ടാണ് മുത്തശ്ശി പിന്നെ അച്ഛനെ കാണാൻ ചെല്ലുന്നത് എന്നും പറഞ്ഞു. അങ്ങനെ നിഗൂഢതകളെല്ലാം നമ്മുടെ ജാനകി അറിയുക. അമ്മയുമായുള്ള കല്യാണത്തിന് സമ്മതം മൂളുമ്പോൾ മകനൊരമ്മ വേണമെന്നുള്ളൊരു തോന്നൽ അച്ഛനുണ്ടായി കാണും. അങ്ങനെ ആ കല്യാണം ഉറപ്പിച്ചു. വിവാഹത്തിന് മുൻപ് അമ്മയോട് മാത്രമായി അച്ഛൻ എല്ലാ കാര്യങ്ങളും തുറന്നു സംസാരിച്ചിരുന്നു. തൻ്റെ മകനെ സ്വന്തം മകനായി കണ്ട് സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ വിവാഹത്തിന് അച്ഛനുള്ളൂ എന്ന് പറഞ്ഞു. അമ്മ അത് അക്ഷരം പ്രതി പാലിക്കുകയായിരുന്നു എന്ന കാര്യം നമ്മുടെ അഭി പറയാം. പിന്നീട് അജയ്ക്ക് 1 വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ്റെ ജോലി സ്ഥലത്ത് നിന്ന് ഞങ്ങളെല്ലാവരും നാട്ടിലേക്ക് വരുന്നതെന്നും പറഞ്ഞ് അങ്ങനെ പറയും കേട്ടോ. അന്ന് ഞാൻ എല്ലാവരുടെയും മുന്നിലും മൂത്ത മകനായെന്നും നമ്മുടെ അഭി ഇങ്ങനെ പറയുന്നേ. അങ്ങനെ പറയുന്നൊക്കെ കേട്ടാ ഇങ്ങനെ ഞെട്ടി നിൽക്കുമോ നമ്മുടെ ജാനകി. ആരും ഒന്നും പറയാതെ തന്നെ എല്ലാവരുടെയും മുന്നിൽ മൂത്ത മകനായി ഞാൻ അംഗീകരിക്കപ്പെട്ടു. അപ്പോൾ ആ ഒരു അകലം മുത്തശ്ശിക്കുള്ളത് കൊണ്ടാണ്, എന്നോടുള്ളത് കൊണ്ടാണ് ആ അകലം മുത്തശ്ശി നിന്നോടും കാണിച്ചത് എന്നും അഭി ജാനകിയോട് പറയാം. എനിക്കും ഇതുപോലൊരു അച്ഛനും അമ്മയും എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടായിരിക്കും അല്ലേ എന്ന് ജാനകി അന്നേരം അഭിയോട് ചോദിക്കും കേട്ടോ. കണ്ണ് നിറഞ്ഞ് എന്നെ മകളായി അവർ അംഗീകരിക്കണമെന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ എനിക്ക് അവരൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട് അഭിയേട്ടാ എന്നൊക്കെ ജാനകി ഇങ്ങനെ അഭിയുമായിട്ടിരുന്ന് സംസാരിക്കാം. അങ്ങനെ അവർ മുറിയിലിരുന്ന് സംസാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് വരുണിനെയാണ്. വരുൺ ഇങ്ങനെ കാത്തു നിൽക്കുന്നു. അപ്പോൾ വരുണിനെ കാണാനായിട്ട് ഒരാൾ വരുമല്ലേ. അപ്പോൾ അങ്ങനെ ഒരാൾ വന്നു വരുണായിട്ട് സംസാരിക്കാം. അപ്പോൾ എന്താ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഒരു മനുഷ്യന് ആദ്യം വേണ്ടത് കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന മനസ്സമാധാനമാണെന്നും അത് കഴിഞ്ഞിട്ടല്ലേ മറ്റൊന്നും വേണ്ടത്, അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്ത് നേടിയിട്ട് എന്ത് കാര്യമാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ബിസിനസ്സിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടായെന്നാണ് പെൺകുട്ടി വന്ന് പറയുന്നത്. അപ്പം ശരണിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഡിവോഴ്സ് കേസും കാര്യങ്ങളൊക്കെ നടക്കുകയാണല്ലോ, എന്നെ അതിലേക്ക് എത്തിച്ചത് ഹണി തന്നെയാണ് എന്നും പറഞ്ഞ് നമ്മുടെ വരുൺ അന്നേരം
പറയുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ കുറച്ച് ഫണ്ട് കൈപ്പറ്റിപ്പോയി, അതിൻ്റെ പേരിലാണ് നീയും അജയും തമ്മിലുള്ള ഇടപാടുകൾക്ക് എന്നെ മറയാക്കുന്നതെന്ന് ഇങ്ങനെ പറയുമ്പോൾ, അപ്പോൾ ശരൺ, നിങ്ങൾ അമൃതയെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ വരുന്നതിന് മുന്നേ തന്നെ ശരണും ഭാര്യയും ഇതേ പ്രശ്നത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ തുടങ്ങിയതാണ്. അതാണ് അജയ് നിങ്ങളെ വെച്ച് മുതലെടുത്തതെന്നും പറഞ്ഞുകൊണ്ട് പറയാം. അപ്പോൾ ഈ അജയ് എന്ന് പറയുന്നവൻ വെറും ഒരു ഭൂലോക ഫ്രോഡാണെന്നുള്ള ഞെട്ടിക്കുന്ന സത്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത്. ശരണിൻ്റെ വൈഫിന് ഞാൻ കാരണം ഉണ്ടായ തെറ്റിദ്ധാരണ മാറ്റിയെടുത്തിട്ടേ ഞാൻ തിരിച്ചു പോകത്തുള്ളൂ, അത് എൻ്റെയും ആവശ്യം കൂടെയാണ് എന്ന് പറഞ്ഞിങ്ങനെ പറയുമ്പോൾ, അല്ല എന്താ ഇപ്പോൾ ഈ വരവിൻ്റെ ഉദ്ദേശം? ഒരു വർഷമായി ഞാനും അജയും പ്ലാൻ ചെയ്യുന്ന ഒരു സ്റ്റാർട്ടപ്പിനെ പറ്റി ശരണിന് അറിയാവുന്നതല്ലെന്ന് ചോദിച്ചു. അതിനു വേണ്ടിയുള്ള ഫണ്ട് ശേഖരണം തന്നെയാണെന്ന് ഈ പുള്ളിക്കാരി പറയുക. എനിക്കല്ല, അജയ്ക്കാണ് വേണ്ടത്. അതിനുള്ള ഒരുക്കി വെച്ചിട്ടാ അജയ്യെ കാണാൻ ഞാൻ വന്നിരിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ, അതിന് അവൻ എവിടുന്ന് പണം കണ്ടെത്താനാണ്? ഹണിയുടെ തണലിൽ പച്ച പിടിക്കാനാണ് അജയ് ശ്രമിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ, ഇത് കൂട്ടു ബിസിനസ്സാണ് ശരൺ, ബിസിനസ്സിലില്ലാത്ത വാക്കുകളാണ് സെൻറ്റിമെൻറ്റ്സ് കാര്യങ്ങൾ, അത് ശരണിനും അറിയാവുന്ന കാര്യമല്ലെന്ന് ചോദിച്ചപ്പോൾ, അത് എൻ്റെ അറിവ് വെച്ചിട്ട് ഞാൻ പറയുകയാണ്, അജയ്ക്ക് ഫണ്ട് കണ്ടെത്താൻ പെട്ടെന്നൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കും ഇവർ. അതിനുവേണ്ടി ഹണി ഇവിടെ സമയം കളയരുതെന്ന് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞപ്പം, ഭാര്യ വീട്ടിൽ നടക്കുന്നതൊന്നും അപ്പോൾ ശരൺ അറിയുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എന്താണെന്ന് ശരൺ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും പുള്ളിക്കാരി എല്ലാ കാര്യങ്ങളും പറയാം. അപ്പോൾ എല്ലാ രഹസ്യങ്ങളും പുറത്തായെന്നും അതുപോലെ ഏറ്റവും കൂടുതൽ കിട്ടിയ വാർത്ത അജയുടെ അച്ഛനും മറ്റൊരു സ്ത്രീയിൽ ജനിച്ച മകനാണത്രേ, അഭി. അപ്പം അത് കേട്ട് ഞെട്ടി ഇങ്ങനെ നിൽക്കുക. പണ്ടാരം കാര്യങ്ങളെല്ലാം പുള്ളിക്കാരി പറഞ്ഞു കൊടുക്കുക കേട്ടോ. പിന്നെ എസ്റ്റേറ്റിൻ്റെ കാര്യം, ആ എസ്റ്റേറ്റ് വിൽക്കുക എന്നുള്ളതാണ് അജയ് എന്ന് പറയുന്ന ദുഷ്ടൻ്റെ പ്ലാൻ എന്നും, അതുപോലെ തന്നെ അത് വിറ്റ് കിട്ടുന്ന കാശാണ് ഈ ഒരു സമയത്ത് ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്നതെന്നൊക്കെ ഹണി ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഹണി എന്ന് പറഞ്ഞു ശരൺ. അപ്പം ഞാൻ ശരണിനെ കാണാൻ ഉദ്ദേശിച്ചത് ഭാര്യയുമായി തെറ്റിദ്ധാരണ പറഞ്ഞു തീർത്ത് ഒന്നിച്ച് പോകണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണെന്നും, അതുപോലെ ഇനിയും സമയം നീട്ടിക്കൊണ്ട് പോകാതെ ശരൺ എൻ്റെ പണവും മടക്കി തരണമെന്ന് പറഞ്ഞു. അതിനുള്ള സാഹചര്യമൊക്കെ ഒരുങ്ങാൻ പോവുകയാണല്ലോ എന്ന് പറഞ്ഞു. ഭാര്യയുമായിട്ടുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ നല്ലൊരു തുക വൈഫിൻ്റെ കയ്യിലിരിക്കും, ശരൺ തോറ്റു പോകുമെന്നും പറഞ്ഞു. അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞ് ശരണും പുള്ളിക്കാരിയും കൂടെ സംസാരിച്ചിട്ട് പുള്ളിക്കാരി അങ്ങ് പോയി. ഇതൊക്കെ കേട്ട് അന്തം വിട്ടിങ്ങനെ നിൽക്കുന്നു. ശരണിനെ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നന്ദി.